differential equation with the variable coefficients. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. ഇവിടെ ഒരു വേരിയബിൾ കോഎഫിഷ്യൻസിൻ്റെ നോക്കുകയാണ്. അപ്പോൾ ലെറ്റ് എൽ ഓഫ് വൈ ഈക്വൽ ടു ക്യാപിറ്റൽ വൈ. എൽ ഓഫ് വൈ ഡാഷ് എന്ത് വരും? എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഫറൻഷ്യൽ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് സീറോ അല്ലേ, അതായത് എസ് ഇൻറ്റു ക്യാപിറ്റൽ വൈ മൈനസ് വൈ ഓഫ് സീറോ. അതേപോലെ തന്നെ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പം എസ് സ്ക്വയർ എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് സീറോ, എസ് ഇൻറ്റു വൈ ഓഫ് സീറോ മൈനസ് വൈ ഡാഷ് ഓഫ് സീറോ, ദാറ്റ് ഈസ് എസ് സ്ക്വയർ ക്യാപിറ്റൽ വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് സീറോ മൈനസ് വൈ ഡാഷ് ഓഫ് സീറോ. ഇത് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ്. അപ്പോൾ ഇത്രയുണ്ട്. ഇനി നോക്കാം എൽ ഓഫ് ടി വൈ ഡാഷ് എന്ത് വരും? എൽ ഓഫ് ടി വൈ ഡാഷ് എന്താണെന്ന് ചോദിച്ചാൽ എൽ ഓഫ് ടി വൈ ഡാഷ് ഈക്വൽ ടു എങ്ങനെ വരും? എൽ ഓഫ് ടി വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ ഫോർമുല മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. അതായത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ ടിയുടെ കൂടെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ലാപ്ലേസ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് ടിയുടെ എൽ ഓഫ് എഫ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആണല്ലോ. എഫ് ഓഫ് ടി എടുക്കുക, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് കണ്ടുപിടിക്കുക, എൽ ഓഫ് എഫ്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് വൈ ഡാഷ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് വൈ ഡാഷ് അല്ലേ വരുന്നത്? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമുക്ക് എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ടിയുടെ കൂടെയുള്ള ഫംഗ്ഷൻ എന്താണോ അതിൻ്റെ ലാപ്ലേസ് എടുക്കുക. അതിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ എഴുതിയാൽ അതിൻ്റെ ലാപ്ലേസ് എടുക്കുക, ലാപ്ലേസ് എടുത്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ ഡാഷ് എടുക്കുക, വൈ ഡാഷിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കുക, ലാപ്ലേസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എൽ ഓഫ് ടി വൈ ഡാഷ് കിട്ടും. That is, this is equal to minus d by ds of L of y dash എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു, sy മൈനസ് y of 0. ഇനിയും ഡെറിവേറ്റീവ് എന്നെടുത്ത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പം എസ് ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് പ്ലസ് വൈ ഇൻറ്റു 1 മൈനസ് ഇത് കോൺസ്റ്റൻ്റ് അല്ലേ 0. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ മൈനസ് എസ് ഇൻറ്റു ഡി വൈ ബൈ ഡി എസ്. സോ ഇത് നമുക്ക് കിട്ടി. എൽ ഓഫ് ടി വൈ ഡാഷ് എന്താണെന്ന് കിട്ടി. ഇനിയും എൽ ഓഫ് ടി വൈ ഡബിൾ ഡാഷ് എന്താണെന്ന് നോക്കാം. എൽ ഓഫ് ടി വൈ ഡബിൾ ഡാഷും ഇതേപോലെ തന്നെ എന്താ, വൈ ഡബിൾ ഡാഷ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ അതിൻ്റെ വൈ ഡബിൾ ഡാഷിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വൈ ഡി എസ് ഓഫ് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്താ, എസ് സ്ക്വയർ വൈ മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0. അപ്പോൾ വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നതെല്ലാം ഇവിടെ കോൺസ്റ്റൻസ് ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് പ്രോഡക്റ്റ് റൂൾ എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എസ് പ്ലസ് വൈ ഇൻറ്റു 2s മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 ഇൻറ്റു എസിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 അല്ലേ. ഇവിടെ വൈ ഓഫ് 0 കോൺസ്റ്റൻ്റ് അല്ലേ, വൈ ഓഫ് 0 ഇൻറ്റു ഡെറിവേറ്റീവ്. ഇവിടെ വൈ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് പർട്ടിക്കുലർ വാല്യൂ അല്ലേ 0 ഇട്ട് കഴിഞ്ഞാൽ, അവിടെയും ഡെറിവേറ്റീവ് 0 ആണ്. So this is equal to minus s square dy by ds minus 2sy plus y of 0. Equation 2 കിട്ടി. അപ്പോൾ ഇതായിരിക്കും എൽ ഓഫ് ടി വൈ ഡാഷും എൽ ഓഫ് ടി വൈ ഡബിൾ ഡാഷും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Laplace differential equation. LAGUE RRE Laplace differential equation അല്ലെങ്കിൽ Laplace polynomial. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്, ടി വൈ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് ടി വൈ ഡാഷ് പ്ലസ് എൻ വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ലഗ്വേർ പോളിനോമിയൽ അല്ലെങ്കിൽ ഈ ലഗ്വേർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് സൈഡിലും ലാപ്ലേസ് ഒക്കെ ചെയ്യുക. അത് കഴിയുമ്പോൾ ക്യാപിറ്റൽ വൈ കിട്ടും. അതിൽ നിന്ന് നമ്മൾ സ്മോൾ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് സൈഡിലും ലാപ്ലേസ് അപ്ലൈ ചെയ്ത് നോക്കാം. where n equal to 0, 1, 2, etc. Determine a solution with n equal to 0, 1, 2, etc. ഇതാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ രണ്ട് സൈഡിലും ലാപ്ലേസ് അപ്ലൈ ചെയ്താൽ L of t y double dash പ്ലസ് L of 1 minus t സ്പ്ലിറ്റ് ചെയ്താൽ L of y dash മൈനസ് L of t y dash പ്ലസ് L of n y എന്ന് എഴുതാമല്ലോ, ഈക്വൽ ടു L of 0 അല്ലേ. L of t y dash അതായത് y dash മൈനസ് t y dash എന്ന് എഴുതാം. അപ്പോൾ L of y dash മൈനസ് t y dash. ഇനി L of t y ഡബിൾ ഡാഷ് എന്താ? മൈനസ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എസ് മൈനസ് 2s y പ്ലസ് വൈ ഓഫ് 0 പ്ലസ് L of y ഡാഷ് ഇവിടെയുണ്ട് എസ് വൈ മൈനസ് വൈ ഓഫ് 0 മൈനസ് L of t y ഡാഷ് പ്ലസ് വൈ പ്ലസ് എസ് ഡി വൈ ബൈ ഡി എസ്, അതായത് മൈനസ് മൈനസ് കൂടെ വന്നപ്പോൾ ഇത് രണ്ടും പ്ലസ് ആയി, പ്ലസ് n ഇൻറ്റു L of y എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു 0. അപ്പോൾ ഡി വൈ ബൈ ഡി എസ് ഉള്ളത് നോക്കാം, ഒന്നിച്ചെഴുതാം. എസ് മൈനസ് എസ് സ്ക്വയർ ഈ ടേമും അല്ലേ. അപ്പോൾ എസ് മൈനസ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എസ് പ്ലസ് വൈയുടെ ടേംസ് എന്തൊക്കെയുണ്ട്? മൈനസ് 2s പ്ലസ് എസ്, അപ്പോൾ ഒരു മൈനസ് എസ് വരും, ഒരു 1 വരും, ഒരു n വരും അല്ലേ. അപ്പോൾ n പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു വൈ. ക്ലിയർ ആണല്ലോ. വൈയുടെ ടേം ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ n ഉണ്ട്, 1 ഉണ്ട്, പിന്നെ എസ് മൈനസ് 2s, അപ്പോൾ മൈനസ് എസ് ഇൻറ്റു വൈ. വൈ ഓഫ് 0 ക്യാൻസലായി. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയുമായി. ഇനി നമുക്ക് നോക്കി, ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് കിടക്കുന്നത്. അതായത് വൈയുടെ ടേംസ് വൈയുടെ കൂടെയും വൈയുടെ ടേംസ് ഡി വൈയുടെ കൂടെയും എസിൻ്റെ ടേംസ് ഡി എസിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത്. കാരണം നമുക്ക് എസ് മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു വൈ എന്ന് നമുക്ക് വൈ ഇങ്ങോട്ടും എസ് മൈനസ് എസ് സ്ക്വയർ ഈ ഡി എസ് എസിൻ്റെ ടേംസ് എല്ലാം റൈറ്റ് സൈഡും വൈയുടെ ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡും. അപ്പോൾ ഡി വൈ ബൈ വൈ ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു ഡി എസ് ബൈ എസ് മൈനസ് എസ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഡി വൈ ബൈ വൈ ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു ഡി എസ് ബൈ എസ് മൈനസ് എസ് സ്ക്വയർ. നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ആദ്യമേ മൈനസ് എൻ പ്ലസ് 1 മൈനസ് എസ് ബൈ എസ് ഇൻറ്റു 1 മൈനസ് എസ് എന്ന് എഴുതാം, ഡി എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 1 ബൈ എസ് ഇൻറ്റു 1 മൈനസ് എസ് മൈനസ് പ്ലസ് എസ് ബൈ എസ് ഇൻറ്റു 1 മൈനസ് എസ്. ഇത് വേണ്ട, നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് ഓഫ് എ ബൈ എസ് പ്ലസ് ബി ബൈ 1 മൈനസ് എസ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം, ഡി എസ്. അതായത് എൻ പ്ലസ് 1 മൈനസ് എസ് ബൈ എസ് ഇൻറ്റു 1 മൈനസ് എസിനെ എ ബൈ എസ് പ്ലസ് ബി ബൈ 1 മൈനസ് എസ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. സോ എൻ പ്ലസ് 1 മൈനസ് എസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് എസ് പ്ലസ് ബി ഇൻറ്റു എസ്. അപ്പോൾ എസ് ഈക്വൽ ടു 1 ഇടുമ്പം എൻ ഈക്വൽ ടു ബി കിട്ടും. ആൻഡ് എസ് ഈക്വൽ ടു 0 ഇടുമ്പം എൻ പ്ലസ് 1 ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡി വൈ ബൈ വൈ ഈക്വൽ ടു മൈനസ് ഓഫ് എ എന്ന് പറയുമ്പം എൻ പ്ലസ് 1 ബൈ എസ് പ്ലസ് എൻ ബൈ 1 മൈനസ് എസ് ഡി എസ് എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 1 ബൈ എസ് മൈനസ് എൻ ബൈ 1 മൈനസ് എസ് അല്ലേ. അപ്പോൾ അത് അകത്തോട്ടിട്ടിട്ട് എസ് മൈനസ് 1 എന്നാക്കി, മൈനസ് വരുന്നത് ഇങ്ങോട്ടിട്ട് എസ് മൈനസ് 1 ആക്കി ഡി എസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ലോഗ് വൈ ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 1 ഇൻറ്റു ലോഗ് എസ് പ്ലസ് എൻ ഇൻറ്റു ലോഗ് എസ് മൈനസ് 1. ലോഗ് എ ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ബി ടു ദ പവർ എ, ബിയുടെ പവറായിട്ട് പോകും.
അപ്പോൾ ഇതാണെങ്കിൽ log s raised to minus n plus 1 plus log s minus 1 the whole raised to n. ഇനി s minus 1 log a into log a plus log b എന്ന് പറയുന്നത് log ab ആ. So this is equal to log s raised to minus n plus 1 into s minus 1 the whole raised to n. That is log s minus 1 the whole raised to n by s raised to n plus 1. അപ്പോൾ log y ഈക്വൽ ടു ഇതെന്നാണ് എടുക്കുന്നത്, അതായത് log y ഈക്വൽ ടു log s minus 1 the whole raised to n by s raised to n plus 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ this implies y ഈക്വൽ ടു s minus 1 the whole raised to n by s raised to n plus 1 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ക്യാപിറ്റൽ വൈ ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്മോൾ വൈ എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടാൻ പോകുന്നത് ഇ റേസ് ടു ടി ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഡി റേസ് ടു എൻ ഡി ടി റേസ് ടു എൻ ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി. ഇതായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇത് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോവാം. അതായത് ഇത് തന്നെയാണോ, അതായത് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് വൈ കിട്ടാൻ നേരം, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ഇത് L inverse of s minus 1 the whole raised to n by s raised to n plus 1 എന്ന് പറയുന്നത് ഇതാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. എൽ ഇൻവേഴ്സ് ഇത് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടണം അല്ലേ. ടു പ്രൂവ് എൽ ഇൻവേഴ്സ് s minus 1 the whole raised to n by s raised to n plus 1 equal to e raised to t by n factorial into d raised to n dt raised to n t raised to n e raised to minus t, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് t raised to n e raised to minus t. ഇത് വെരിഫൈ ചെയ്യുമ്പോൾ ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലാപ്ലേസ് ഇൻവേഴ്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഇതിൻ്റെ അകത്തേൻ്റെ ലാപ്ലേസ് എന്താണെന്ന് നോക്കാം. എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി എന്താ, ഇ റേസ് ടു മൈനസ് ടി. ഈയുടെ പവർ ഉള്ളത് അവിടെ നിൽക്കട്ടെ, കാരണം അത് ഷിഫ്റ്റിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ടി റേസ് ടു എന്നിൻ്റെ ലാപ്ലേസ് എന്താ, ടി റേസ് ടു എന്നിൻ്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു, അതെ ടി റേസ് ടു എന്നിൻ്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എസിൻ്റെ പവർ ഒന്ന് കൂടുതൽ അല്ലേ. ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എസിൻ്റെ പവർ ഒന്ന് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷിഫ്റ്റിങ് മൈനസ് ടി റേസ് ടു മൈനസ് ടി ഉള്ളതുകൊണ്ട് എസിന് പകരം എന്ത് വരും, എസ് പ്ലസ് വൺ വരും. അപ്പോൾ എസ് പ്ലസ് വൺ ദ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടിയുടെ nth ഡെറിവേറ്റീവ് എന്ത് വരും, nth ഡെറിവേറ്റീവ് എന്ത് വരും എന്ന് നോക്കാം. nth ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൽ ഓഫ് എഫ് എൻ ഓഫ് ടി എന്താ, എസ് റേസ് ടു എൻ എൽ ഓഫ് എഫ് മൈനസ് എസ് റേസ് ടു എൻ മൈനസ് വൺ എഫ് ഓഫ് സീറോ, അതല്ലേ ഫോർമുല, minus s raised to n minus 2 f dash of 0 minus s raised to n minus 3 f double dash of 0 മൈനസ് എന്ന് പറഞ്ഞ് പോവാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി, ഈ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വേഷൻ വരുമ്പം എസ് റേസ് ടു എൻ എൽ ഓഫ് ഏതാ, ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി മൈനസ് എസ് റേസ് ടു എൻ മൈനസ് വൺ എഫ് ഓഫ് സീറോ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. ഈ ഫംഗ്ഷനിൽ സീറോ ഇട്ട് കഴിയുമ്പോൾ വാല്യൂ എന്താ, സീറോയാണ് വരുന്നത്. ഈ ഫംഗ്ഷൻ എത്ര ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ടി എന്ന് പറയുന്ന ഒരു ടേം കാണും അല്ലേ. എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെ, nth ഡെറിവേറ്റീവിൻ്റെ തൊട്ട് മുമ്പ് വരെ, അതായത് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ, ഡി ബൈ ഡി ടി എന്ന് പറയുമ്പം ടി റേസ് ടു എൻ ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എൻ ടി റേസ് ടു എൻ മൈനസ് വൺ. ഇവിടെയും ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. സോ ഇവിടെ ടി ഈക്വൽ ടു സീറോ ഇടുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും, സീറോ വരും. വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നേരം വീണ്ടും ടിയുടെ ടേംസ് എല്ലാത്തിലും വരും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ സീറോ വരും. അപ്പോൾ ഇതിൻ്റെ എഫ് ഡാഷ് ഓഫ് സീറോ, എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ എല്ലാം സീറോ ആയിരിക്കും. സോ എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടിയുടെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും, എസ് റേസ് ടു എൻ എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് എൻ ടി എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി നമ്മൾ എത്ര പ്രാവശ്യം, അതായത് nth ഡെറിവേറ്റീവിന് തൊട്ട് മുമ്പ് വരെ എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് എടുക്കാൻ നേരം വരെ എല്ലാ ടേംസിലും ടിയുടെ ടേം വരും, എല്ലാത്തിലും വരും, ടി ഇൻഡു എന്നും പറഞ്ഞ് വരും. അപ്പോൾ സീറോ ഇടാൻ നേരം എല്ലാ ടേമും സീറോ ആകത്തില്ല, അതായത് ഇവിടെ സീറോ വരും, ഇവിടെ സീറോ വരും, അങ്ങനെ എല്ലാ ടേംസിലും സീറോ ആവും. ദാറ്റ് മീൻസ്
നമ്മൾ ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ടിയുടെ ഏത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലും n-1 വരെ ഏത് ഡെറിവേറ്റീവ് എടുത്താലും സീറോയാണ്. അതായത് നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ടി എടുത്താൽ എഫ് ഡാഷ് ഓഫ് 0 സീറോയാ, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 സീറോയാ. വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. എഫ് n-1 ഓഫ് 0 എന്ന് പറയുന്നത് സീറോയാണ്. അപ്പോൾ ആദ്യത്തെ ടേം മാത്രമേ ബാക്കി കാണത്തുള്ളൂ, ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ ഓഫ് ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ടിയുടെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? എസ് റൈസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് എൽ എന്താ നമുക്കുള്ളത്? എൻ ഫാക്ടോറിയൽ ബൈ എസ് പ്ലസ് 1 ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താ കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ s-1 the whole raised to n s-1 the whole raised to n by s raised to n plus 1 എന്നാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ s-1 the whole raised to n by, അതായത് ഇത് ഇത്രയും കിട്ടി. അപ്പോൾ s-1 ഇവിടെ s-1 വരണം, ഇവിടെ s plus 1ൻ്റെ സ്ഥാനത്ത് s വരണം അല്ലേ? അതായത് ഇതിൻ്റെ കൂടെ ഒരു e raised to t മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ, ഈ ടേമിൻ്റെ കൂടെ ഞാനൊരു ഇ റൈസ് ടു ടിയുടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അതായത് എൽ ഓഫ് ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ടി ഇത് nth ഡെറിവേറ്റീവ് ഉണ്ട് നമുക്കല്ലേ, അതിൻ്റെ കൂടെ ഒരു ഇ റൈസ് ടു ടി മൾട്ടിപ്ലൈ ചെയ്താൽ എവിടൊക്കെ എസ് ഉണ്ടോ അവിടെ എല്ലാം എന്ത് വരും? s-1 വരും അല്ലേ? അപ്പോൾ s-1 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ബൈ s-1 പ്ലസ് 1 ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് 1. ദാറ്റ് ഈസ് s-1 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ബൈ s the whole raised to n plus 1. ആവശ്യമുള്ളതായോ? s-1 the whole raised to n ഉണ്ട്, s raised to n plus 1 ഉണ്ട്. ഈ n ഫാക്ടോറിയൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ L inverse of s-1 the whole raised to n into n factorial by s raised to n plus 1 എന്ന് പറയുന്നത് e raised to t into nth ഡെറിവേറ്റീവ് അല്ലേ? d raised to n, dt raised to n, t raised to n, e raised to minus t അല്ലേ? അപ്പോൾ ഈ n ഫാക്ടോറിയൽ നമുക്ക് വെളിയിലെടുക്കാം, കാരണം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് s-1 ദ ഹോൾ റേസ് ടു n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n പ്ലസ് 1 ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു ഡി ബൈ ഡി ടി nth ഡെറിവേറ്റീവ് ഓഫ് ടി റേസ് ടു n ഇ റേസ് ടു മൈനസ് ടി. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് s-1 ദ ഹോൾ റേസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n പ്ലസ് 1 എന്ത് വരും? 1 ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു ടി ഡി റേസ് ടു n ബൈ ഡി ടി റേസ് ടു n ടി റേസ് ടു n ഇ റേസ് ടു മൈനസ് ടി. ക്ലിയർ ആണല്ലോ? ഷിഫ്റ്റിംഗ് ആണ് ചെയ്തത്. എസ് ഉള്ളിടത്ത് s-1 വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഉള്ളിടത്ത് s-a ആവും. അപ്പോൾ ഇ റേസ് ടു ടി ചെയ്താൽ എസ് ഉള്ളിടത്തെല്ലാം s-1 ആവും. അപ്പോൾ നമുക്ക് വേണ്ടിയതാകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഓഫ് ഇത് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൽ ഇൻവേഴ്സ് ഓഫ് ഇത് എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇ റേസ് ടു ടി എഴുതി, നമുക്ക് വേണ്ടിയത് ഇത് ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ n ഫാക്ടോറിയൽ വെളിയിലെടുത്തിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയല്ലോ. നമുക്ക് വേണ്ടിയതാണ് എൽ ഇൻവേഴ്സ് ഓഫ് y, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് s-1 ദ ഹോൾ റേസ് ടു n, സോറി ഇത് n ഫാക്ടോറിയൽ നമ്മൾ കളഞ്ഞല്ലോ. നമുക്ക് വേണ്ടിയതാണ് എൽ ഇൻവേഴ്സ് ഓഫ് s-1 ദ ഹോൾ റേസ് ടു n ബൈ s റേസ് ടു n പ്ലസ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു.